അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും സ്വബാഹുൽ ഖൈർ, ഹൃദ്യമായൊരു പ്രഭാതം ആശംസിക്കട്ടെ. സന്തോഷം നിറഞ്ഞൊരു ദിവസം ഈ ഒരു സദസ്സു നിമിത്തം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സ്വബാഹുൽ ഖൈർ ഏറെ പുണ്യം നിറഞ്ഞൊരു സദസ്സാണ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തിരുന്നു. ഈ ഒരു വിഷയം നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുമെന്ന പ്രതിജ്ഞ എടുത്തിട്ടാണ് ആളുകൾ ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ, വലിയ പ്രതിഫലമാണ്. ഇതിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും ഒരു ആമീൻ പറയുന്നതിലൂടെ ഏതെങ്കിലും ഒരു നല്ല മനുഷ്യൻ ആമീൻ പറഞ്ഞാൽ മതിയല്ലോ. നമ്മളൊക്കെ ആ ദുആയിൽ ഉൾപ്പെട്ടു എന്നാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പല സങ്കടങ്ങൾ പറഞ്ഞ് പല ആളുകളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. കടം കൊണ്ട് വലയുന്നവർ, അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ ഉംറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞവർ, പാസ്പോർട്ട് വിസ ശരിയാകണമെന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്തവർ, അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ. എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു സദസ്സിൽ ഇത്രയും മുഅ്മിനീങ്ങൾ കൂടുന്ന സദസ്സല്ലേ, സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കട്ടെ. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം നമ്മുടെ ലൈഫിൽ മനസമാധാനം ഉണ്ടാകാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ പറയുന്ന കാര്യം ചെയ്തിട്ട് നമ്മൾ തുടങ്ങിയാൽ അൽഹംദുലില്ലാ ഈ ഒരു ദിവസം തീരുന്നത് വരെയൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാകുമെന്നാണ്. ഖൽബിന് തുമഅനീനത്ത് ലഭിക്കുമെന്നാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്ത് നിസ്കാരങ്ങൾ ഒരുപാടുണ്ട് ഇല്ലേ? നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ നമ്മളിന്ന് സംസാരിക്കുന്നത് ളുഹാ നിസ്കാരത്തെക്കുറിച്ചാണ്. ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അതിൽ തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ് സ്വലാത്തു ളുഹായുടെ നിസ്കാരം എന്ന് പറയുന്നത്. ഈ ളുഹ എന്ന് പറയുന്ന സമയത്തിന് വലിയ മഹത്വമുണ്ട്. ഖുർആനിൽ അല്ലാഹ് സത്യം ചെയ്തു പറഞ്ഞ സമയമാണ്. വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. ളുഹ തന്നെ സത്യം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിസ്കാരത്തിന് വലിയ പ്രത്യേകതയുണ്ട് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാലാഖമാർ തസ്ബീഹ് കൊണ്ട് അലങ്കരിക്കുന്ന സമയമാണ് ളുഹയുടെ സമയം. അപ്പോൾ ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ മലക്കുകളുടെ ഇബാദത്തിനോടൊപ്പം നമുക്ക് ചേരാൻ പറ്റുകയും സ്വീകാര്യതയ്ക്ക് വളരെ സാധ്യതയുള്ളതുമായ ഒരു സമയം കൂടെയാണ്. അള്ളാഹുവിൻ്റെ മഹാരഥന്മാരായ സ്വാലിഹീങ്ങൾ പതിവാക്കുന്ന നിസ്കാരമാണത്രേ ളുഹാ നിസ്കാരം. അതായത് ഒരു മനുഷ്യൻ എപ്പോഴും ളുഹാ നിസ്കാരം പതിവാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, വല്ലപ്പോഴും ഒരിക്കലല്ല, എപ്പോഴും ഇഖ്ലാസോടെ നിസ്കാരം പതിവാക്കാൻ, ഈ ളുഹാ നിസ്കാരം പതിവാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾ സ്വാലിഹായ മനുഷ്യനാണ്. അല്ലാത്തവർക്ക് പറ്റില്ല എന്നാണ്. ഇഖ്ലാസോടെ കേട്ടോ, നമ്മൾ വെറുതെ ബാഹ്യമായ പ്രകടനങ്ങളല്ല, എല്ലാ ദിവസവും പതിവാക്കിയാൽ ആരാണ്? സ്വാലിഹായ മനുഷ്യനാണെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ളുഹാ നിസ്കരിക്കുന്നത് കൊണ്ട് അള്ളാഹു നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകും, ഒരുപാട് സമ്മാനങ്ങൾ നൽകും. അതിൽപ്പെട്ട 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ. ഒന്നാമത്തേത് എന്താണെന്നറിയോ? നമ്മുടെ കണക്കില്ലാത്ത പാപങ്ങൾ, ചെറുദോഷങ്ങൾ ളുഹാ നിസ്കാരം കൊണ്ട് അള്ളാഹു പുറത്തു തരുമത്രേ. എത്ര പാപങ്ങൾ നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടല്ലേ. ളുഹ ഹൃദ്യമായി നിസ്കരിച്ചാൽ, അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ അള്ളാഹു പുറത്തു തരുമെന്നാണ്. രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാലിഹീങ്ങളുടെ അടയാളമാണ്. എല്ലാ ദിവസവും ഇഖ്ലാസോടെ മുടങ്ങാതെ പതിവായി ളുഹ നിസ്കരിച്ചാൽ നമുക്കും സ്വാലിഹീങ്ങളിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടുമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തേത്, നമ്മുടെ ശരീരത്തിൽ 360 ജോയിൻറ്റുകളുണ്ട്. ഇപ്പോൾ ഈ കൈ ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ, ഇപ്പോൾ ഈ കുഴ ഇങ്ങനെ കറങ്ങണമെങ്കിൽ, ഈ വിരലിങ്ങനെ ഒടിയണമെങ്കിൽ, കണ്ടോ, എല്ലായിടങ്ങളിലും ഒരു ജോയിൻറ്റ് കണക്ഷൻ അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. 360 ഇടങ്ങളിലുണ്ട്. ഈ ഒരു ജോയിൻറ്റ് വർക്ക് ചെയ്യാതെ പോലെ, ഇപ്പോൾ അള്ളാഹു കാവൽ നൽകട്ടെ, ഇപ്പോൾ ഈ ഒരു ജോയിൻറ്റ് വർക്ക് ചെയ്യാതെ പോലെ എനിക്ക് പിന്നെ ഇത് അനക്കാൻ പറ്റുമോ? കൈ ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ മടക്കാൻ പറ്റുമോ? പറ്റില്ല. എനിക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുള്ള ഈ ജോയിൻറ്റുകൾക്കൊക്കെ നിങ്ങൾ അതിനുവേണ്ടി 360 ആളുകൾക്ക് സ്വതക്ക കൊടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നബിയെ 360 ആളുകൾക്ക് ഞങ്ങൾ സ്വതക്ക കൊടുക്കുക? പാവപ്പെട്ട ആളുകളല്ലേ ഞങ്ങളിൽ ഭൂരിഭാഗം ആളുകളും. ളുഹാ നിസ്കരിച്ചാൽ മതി. ളുഹാ നിസ്കാരം 360 ജോയിൻറ്റുകൾക്ക് പകരം 360 ആളുകൾക്ക് സ്വതക്ക കൊടുക്കുന്നതിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹി. ഈ സ്വതക്കയുടെ ഗുണം എന്താ? അസ്വദഖത്തു റദ്ദുൽ ബലാ, നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാവലാണ്. അപ്പോൾ നമ്മൾ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, കടം കൊണ്ട് വലയുന്നുണ്ടെങ്കിൽ, അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, മക്കളുടെ വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഏത് പ്രയാസത്തിനും ഇഖ്ലാസോടെ ളുഹാ നിസ്കരിച്ചോ, അസ്വദഖത്തു റദ്ദുൽ ബലാ, ആ സ്വതക്ക നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരുമെന്നാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലാമത്തെ കാര്യം, ഈ ളുഹാ നിസ്കാരം സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കലും പുരുഷന്മാർക്ക് സുന്നത്ത് പള്ളിയിൽ നിസ്കരിക്കലുമാണ്. ഇപ്പോൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഫർദ് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് പള്ളിയിൽ വന്ന് ഫർദ് നിസ്കരിക്കലാണ് പുരുഷന്മാർക്ക് സുന്നത്ത്.
എന്നാൽ സ്ത്രീകൾക്കോ അവർ വീട്ടിൽ തന്നെ നിസ്കരിക്കലാണ് പള്ളിയിൽ വരുന്നതിനേക്കാൾ അവർക്ക് ശ്രേഷ്ഠതയുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ ളുഹാ നിസ്കാരം എന്ന നിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിക്കലാണ് പുരുഷന്മാർക്ക് കൂടുതൽ സുന്നത്തുള്ളത്. വീട്ടിൽ നിസ്കരിച്ചു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പോയി ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങി ളുഹാ നിസ്കരിക്കാൻ പള്ളിയിൽ പോയി തിരിച്ചു വന്നു, ഇഖ്ലാസോടെ പോയി തിരിച്ചു വന്നാൽ ഒരു പരിപൂർണ്ണ ഉംറയുടെ പ്രതിഫലം അവർക്കുണ്ട് എന്ന് സ്വാലിഹീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മനസ്സിലൊരു കൊതി വരുന്നില്ലേ, പടച്ചോനെ ഈ ളുഹായ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നിസ്കരിക്കണമെന്ന്. ഒരുപാട് മസാലകളൊന്നും പറഞ്ഞ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല, വളരെ വളരെ സിമ്പിളായിട്ട് പറയട്ടെ. എപ്പോഴാണ് ളുഹാ നിസ്കരിക്കേണ്ടത്? സൂര്യൻ ഉദിച്ചിട്ട് 20 മിനിറ്റ് കഴിയുമ്പോഴാണ് ളുഹയുടെ ടൈം ആകുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ 6:15 ഉദയമെങ്കിൽ ഒരു 6:35 കഴിയുമ്പോഴേക്ക് ളുഹയുടെ ടൈം സ്റ്റാർട്ട് ചെയ്യണം. ഏതുവരെ? ളുഹർ ബാങ്ക് വിളിക്കുന്നത് വരെ ളുഹായുടെ ടൈമാണ്. എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ മതി. ഏറ്റവും ഹൃദ്യം ഇപ്പോൾ നമ്മുടെ ഈ സ്ത്രീകളൊക്കെ നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ ഉറങ്ങാതിരിക്കുകയാണ് ഇല്ലേ? ഇന്നലെ നമ്മൾ പറഞ്ഞു ഉറങ്ങരുതെന്ന്. ഉറങ്ങിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുമെന്ന് നമ്മൾ പറഞ്ഞു. ഉറങ്ങാതിരുന്ന് പിന്നീട് കുറച്ചും കൂടെ കഴിഞ്ഞ് ഒരു 20 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ളുഹായും കൂടെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ജോലികളിലേക്കൊക്കെ ഇറങ്ങിയാൽ, അതിൻ്റെ ഇടയിൽ ജോലിയൊന്നും ചെയ്യേണ്ടെന്നല്ല, ചിലപ്പോൾ തിരക്കുണ്ടാവും, എന്നാലും എല്ലാ ജോലികൾക്കിടയിൽ കുറച്ച് സമയം മാറ്റിവെച്ച് നിസ്കരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര തിരക്കുള്ള സമയമാണെങ്കിൽ സമാധാനത്തോടെ നിസ്കരിക്കാൻ, മക്കളും ഭർത്താവൊക്കെ ഓഫീസിൽ പോയിട്ട് നിസ്കരിക്കാനാണ് നമുക്ക് കൂടുതൽ സൗകര്യമെങ്കിൽ അങ്ങനെ നിസ്കരിക്കുക. എപ്പോൾ നിസ്കരിച്ചാലും മനസാന്നിധ്യത്തോടെ നിസ്കരിക്കണം എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുന്നത്താക്കപ്പെട്ട ളുഹാ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. ഇത്രയുള്ള നിയ്യത്ത് എന്താണ്? സുന്നത്താക്കപ്പെട്ട ളുഹാ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഈ നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലേ, തക്ബീർ കേട്ടുക, ശേഷം വജ്ഹത്ത് ഓതുക, 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക, ശേഷം അറിയുന്ന ആളുകൾ വശംസി വദുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ. കണ്ടോ ഈ സൂറത്ത് വശംസി വദുഹാഹാ സൂറത്ത് 1-ാമത്തെ റക്അത്തിൽ. 2-ാമത്തെ റക്അത്തിൽ ഏത് സൂറത്ത് ഓതണം? വല്ലുഹാ വല്ലൈലി ഇദാ സജാ. ഈ സൂറത്ത് പാരായണം ചെയ്യുക. ഇനി അറിയാത്ത ആളുകളാണെങ്കിൽ 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതുക, നമ്മളെപ്പോഴും ഓതുന്നവരാണ്. 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ഇനി ഇതൊന്നും അറിയില്ല, നിങ്ങൾക്കറിയുന്ന സൂറത്ത് ഏതാണോ അത് ഓതുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ളുഹാ നിസ്കാരത്തിൻ്റെ എണ്ണം എത്രയാണ്? ഏറ്റവും കൂടിയാൽ 8 റക്അത്താണ്. 2 പതിവാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2 റക്അത്താണ് കറക്റ്റായിട്ട് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ 2 മതി. എന്നാൽ കഴിയുന്ന സമയത്ത് 8 റക്അത്ത് നിസ്കരിക്കാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 2 ചുരുങ്ങിയത് പതിവായി നിസ്കരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആ ഒരു പുണ്യം അപ്പോൾ മുടങ്ങാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഒരു ദിവസം പോലും മുടങ്ങാതെ കൊണ്ടുപോയാൽ ഖൽബിന് തുമഅനീനത്ത് ലഭിക്കുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നു. ളുഹാ നിസ്കാരം ഒരാളുടെ ലൈഫിൽ പതിവായി ലൈഫ് ലോങ് ഇങ്ങനെയുണ്ട്, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. മനസ്സിൽ ടെൻഷനില്ല, അള്ളാഹ് കൂടെ ഉണ്ടാകുമെന്ന ബോധ്യമാണ്. അള്ളാഹ് കൂടെ ഉണ്ടാകുമെന്നുള്ള ബോധ്യമാണ്. പടച്ച റബ്ബ് ആ ബോധ്യത്തിലായി നിസ്കരിക്കാനും ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൻ്റെ ബറക്കത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളിങ്ങനെ സുബഹ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, ഇൽമു പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഈ ഇരുത്തം എത്രമേൽ മഹത്തരമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾക്ക് സങ്കടങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി മനസമാധാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ എപ്പോഴും ചൊല്ലുന്ന നമ്മുടെ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ 3 തവണ ചൊല്ലിയിട്ട് കോടാനുകോടി ദിക്റുകളുടെ പകരമാണ്, അല്ലെങ്കിൽ കോടാനുകോടി ദിക്റുകളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഈ ഒരു ദിക്ർ ചൊല്ലുന്നതിന് എന്ന് മഹദിയായ ജുവൈരിയ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത സുന്ദരമായ തസ്ബീഹാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതുകൂടെ ചൊല്ലാം. ൾക്ക് നൽകണേ അല്ല. നെഗറ്റീവ് ചിന്തകളൊന്നും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ നൽകല്ലേ അല്ല. ഇബ്ലീസിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്, സിഹറുകളിൽ നിന്ന്, കണ്ണീറുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഇണകളെയും നീ കാക്കണേ അല്ല. കടബാധ്യതകൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, മാറ്റിക്കൊടുക്കണേ അല്ല. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ല. റഹമുർ-റാഹിമായ റബ്ബേ, ഞങ്ങളുടെ തൊഴിലുകൾ, മറ്റു മേഖലകൾ, എല്ലാ മേഖലകളിലും പടച്ചവനെ നീ അഭിവൃദ്ധി നൽകണേ അല്ല. അസൂയക്കാരുടെ അസൂയയിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകണേ അല്ല. എല്ലാത്തിലുമുപരി ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ല. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല. മരണപ്പെട്ടവർക്ക് നീ പാപമോചനം നൽകണേ അല്ല. അവർക്ക് അത്യുന്നതങ്ങളെ എത്തിപ്പിടിക്കാൻ നീ സൗഭാഗ്യം നൽകണേ അല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ. പടച്ചവനെ ഈ ളുഹാ നിസ്കാരം കൃത്യമായി പതിവാക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തിയിട്ട് നല്ല ഹൈറായ സമയത്ത് ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ല. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിലായി നൽകണേ അല്ല. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സദസ്സ് ഖിയാമത്ത് നാൾ വരെ നിലനിന്ന് പോകാനും ഇതിൻ്റെ സ്വബാഹുൽ ഖൈറിൻ്റെ അഹ്ലുകാരായി മാറാനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.